നമ്മുടെ ഇന്നത്തെ യാത്ര ഫ്രാൻസിലെ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിലോട്ടാണ്. ലൂർദ് ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ബോർഡറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാളു മീനു വ്ലോഗ്സ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഫ്രാൻസിലെ ലൂർദിലാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ട വ്യൂ ഇതാണ്. പാരീസ് മൗണ്ടൈൻ്റെ അടിയിലാണ് ലൂർദ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി പള്ളിയിലോട്ട് പോകാം. ഇപ്രാവശ്യം ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. കുറേ മലയാളി ഫാമിലികളുണ്ടായിരുന്നു, അതുകൊണ്ട് ബോറൊന്നും അടിച്ചില്ല. ഞങ്ങൾ ബസ് പാർക്ക് ചെയ്തെടുത്തുനിന്ന് പള്ളിയിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോയി. കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സൂര്യനാടുകൾ കണ്ടു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പള്ളിയുടെ അടുത്തെത്തിയെന്ന്. പള്ളിയുടെ അവിടെ നമ്മളിപ്പോൾ എത്തി. നമുക്ക് പള്ളിയിലോട്ട് പോകാം. മൂന്ന് നിലകളായിട്ടാണ് ഈ പള്ളി ഉള്ളത്. നമുക്ക് സ്റ്റെപ്പ് കയറി പോവാം, അല്ലെങ്കിൽ ഈ വഴിയിലും കൂടെ പോവാം. ഇനി അപ്പോൾ സ്റ്റെപ്പ് കയറി പോകാം. രണ്ടാമത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണിത്. പണ്ട് ലൂർദിലാണെങ്കിൽ ബെർണഡറ്റ് എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളൂ. അവളാണെങ്കിൽ ഒരു ദിവസം അവളുടെ അനിയത്തിയുടെ കൂട്ടത്തിലും അവളുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലും വിറക് പറക്കാൻ പോയി. അപ്പോഴാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഒത്തിരി പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ മാതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ പള്ളി പണിഞ്ഞത്. ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെയാണ് ഇവിടെ ഭയങ്കര തിരക്ക്. ഞങ്ങൾ പോയപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അവിടെ കുർബാന അടക്കമായിരുന്നു. ഞങ്ങൾ കുർബാന ആരാധനയും കൂടിയിട്ട് പുറത്തിറങ്ങി. ഫ്രഞ്ചിലായതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ അവിടെ ഇരുന്ന് കുർബാന കൂടി. രണ്ട് നിലയുടെ ഇടയ്ക്കുള്ള ഒരു ചെറിയ ചാപ്പലാണിത്. ഇതിപ്പോൾ സെൻറ്റ് ബെർണത്തിൻ്റെ പേരിലാണുള്ളത്. ഏറ്റവും മുകളിലത്തെ നില ബസിലിക്ക ഓഫ് വിർജിൻ മേരി, ഏറ്റവും താഴത്തെ നില ബസിലിക്ക ഓഫ് റോസറി. ഇവിടെയാണ് മാതാവ് ബെർണഡറ്റിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നിതൊരു ഗ്രോട്ടയാണ്. മാതാവിൻ്റെ രൂപത്തിൻ്റെ സൈഡിൽ ഒരു അരുവിയുണ്ട്. അതാണെങ്കിൽ മാതാവ് പറഞ്ഞ അനുസരിച്ച് ബെർണഡറ്റ് കുഴിച്ചപ്പോൾ ഉണ്ടായ അരുവി എന്നാണ് വിശ്വാസം. ഈ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് അവിടുന്ന് പൈപ്പിൽ നിന്ന് എടുക്കാം. നമുക്ക് എന്നിട്ട് അത് കുടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോവുകയോ ചെയ്യാം. പല വലുപ്പത്തിലും വിലയിലുമുള്ള തിരികൾ നമുക്കിവിടെ കിട്ടും. അവിടെ എല്ലാം പൈപ്പുകളാണ്. അവിടെ നമുക്ക് വിശുദ്ധ ജലം കിട്ടും. വിശുദ്ധ ജലത്തിൽ നമുക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. $25,000 ആൾക്കാർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ബസിലിക്കയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്.
ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി ലൂർദിൽ നിന്ന് തിരിച്ച് ജർമ്മനിലോട്ട് പോവാണ്. ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ബസ്സിൽ ആൻറ്റിമാരും അങ്കിൾമാരും അവർ ഞങ്ങളെക്കാളും ആക്റ്റീവായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ ഇനി നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ മാളു മിന്നു വ്ളോഗ് സൈനിങ് ഔട്ട്.